വിസിറ്റ് വിസയിലെ ദുബായിലേക്ക് വന്നപ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുള്ള എൻ്റെ സ്ട്രഗിൾസ്, എനിക്ക് ജോബ് കിട്ടിയത്, ഞാൻ എന്തുകൊണ്ട് ദുബായിലേക്ക് വന്നു, അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു സിംപ്ലി ബെഞ്ചമിൻ വ്ളോഗ്സ്. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ദുബായിലേക്ക് ഞാൻ 2 month വിസിറ്റ് വിസ എടുത്തിട്ടാണ് കേട്ടോ ഇവിടെ ദുബായിലേക്ക് ജോബ് അന്വേഷിച്ച് ഞാൻ ഇവിടേക്ക് വരുന്നത്. നമ്മൾ ഇവിടെ ദുബായിലേക്ക് വരുമ്പോൾ ഒരു 2 month വിസിറ്റ് വിസയിലേക്ക് എടുത്ത് നമ്മൾ വരുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആരും ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു ബെഡ് സ്പേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ UAE ഒരു ഡുബിസിൽ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ലൊക്കേഷനിക്കും ഇപ്പം നമ്മൾ എവിടെയാണ് നമുക്ക് താമസിക്കാൻ നമ്മൾ പോണത് ആ ലൊക്കേഷൻ്റെ അടുത്തുള്ള ബെഡ് സ്പേസുകൾ, അതിൻ്റെ റെൻറ്റ് നമുക്ക് അവർ ഡയറക്റ്റ് ഈ ബെഡ് സ്പേസിലത്തെ ഓണറായി നമുക്ക് സംസാരിക്കാൻ പറ്റും. വാട്സപ്പ് വഴി, മെയിൽ വഴിയും ഒക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. സോ അക്കോമഡേഷൻ കണ്ടുപിടിക്കൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ നമ്മൾ അക്കോമഡേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് മെട്രോ, അതേപോലെ തന്നെ ബസ് സ്റ്റേഷൻ ഒക്കെ അടുത്തുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഇത്തിരി ഒരു സുഖമാവും കേട്ടോ. കാരണം അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ബസ് വേറെ മാറിക്കരണം, മെട്രോയ്ക്ക്. ഞാൻ രാഷിദിയയിലാണ് താമസിച്ചത്. സോ ബസ് സ്റ്റേഷനും മെട്രോ സ്റ്റേഷനിലേക്കും അടുത്ത് തന്നെയാണ്. റൂം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ ട്രാൻസ്പോർട്ടേഷനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ദുബായിലത്തെ ട്രാൻസ്പോർട്ടേഷൻ അടിപൊളിയാണ്. ഒരു വഴി അറിയാത്ത ആൾക്ക് പോലും ദുബായിൽ എവിടെയെങ്കിലും ഇട്ട് പോയാലും നമുക്കത് തിരിച്ചു വരാനുള്ള വഴി സിമ്പിളായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഗൂഗിളിൽ ഒരു നെറ്റ് ഉണ്ടായാൽ മതി. ഗൂഗിളിൽ സ്ഥലം അടിച്ചു കൊടുക്കാം, ഏതൊക്കെയാണ് ബസ് വരുന്നത്, എത്ര സമയത്ത് വരും, ഏത് ബസ് സ്റ്റോപ്പ് ഒക്കെ ഇതിൽ വിസിബിൾ ആയിരിക്കും. സോ ഒന്നറിയാത്ത ആൾക്ക് പോലും ദുബായിൽ എവിടെ വേണമെങ്കിലും പോയിട്ട് വരാൻ പറ്റും. അപ്പോൾ നമുക്ക് ജോബ് അന്വേഷിച്ച് പോകാം. ഞാൻ ഏറ്റവും കൂടുതൽ ജോബിന് വേണ്ടി വരുന്ന ആൾക്കാരോടാണ് കേട്ടോ വരുന്ന സമയത്ത് നിങ്ങൾ ലിങ്ക്ഡിനിൽ നല്ല പോലെ ആക്റ്റീവ് ആവാം. ലിങ്ക്ഡിൻ മുഖേന നമുക്ക് നാട്ടിൽ നിന്ന് പോലും നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കുഴപ്പമില്ലാത്തൊരു കുറച്ച് പൈസ ഒരു ഏകദേശം 1000 ദിർഹമെങ്കിലും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. കാരണം ഈ 2 മാസം ഓടാൻ വേണ്ടിയിട്ട് 500 ദിർഹം വീതം നമുക്ക് ഫുഡിനും കാര്യങ്ങൾക്കും നോൾക്കാടിന് ഒരു 200 ദിർഹം ഏകദേശമാണ് കേട്ടോ. എന്നാലും ഒരു 300 ദിർഹയ്ക്കും നമുക്ക് വേണ്ടി വരും. അപ്പോൾ കയ്യിൽ കുറച്ച് പൈസ നമ്മൾ കയ്യിൽ പിടിക്കണം. പിന്നെ ഞങ്ങൾ അനുഭവിച്ചുള്ള സ്ട്രഗിൾ എന്താണെന്ന് ഞാൻ പറയട്ടെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമുക്കിവിടെ വെള്ളം നമ്മളിവിടെ പൈസ കൊടുത്താണല്ലോ വാങ്ങേണ്ടത്. അപ്പം ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ 5 ലിറ്ററിൻ്റെ ഒരു ചെറിയൊരു ബോട്ടിലാണ് വാങ്ങിച്ചത് കേട്ടോ ബെഡ് സ്പേസിൽ നിൽക്കുമ്പോൾ. അപ്പം നമ്മൾ താമസിക്കുന്ന ആ റൂമിൻ്റെ ഒരു ഫ്രണ്ടിൽ ഒരു അറബിയുടെ വലിയൊരു വീടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അറബികളുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്കും വെള്ളം ഇങ്ങനെ വെക്കും. അതായത് ഫിൽറ്റർ വാട്ടറാണ്. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും ആ മെഷീനിൽ. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നാട്ടിൽ അപ്പുറത്തെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പോകണമെങ്കിൽ ഞങ്ങൾ ഇതേപോലെ നമ്മളെല്ലാവരും ആ സമയത്ത് ജോബ് അന്വേഷിച്ച് വന്നതായിരുന്നു ആ റൂമിലത്തെ എല്ലാവരും. അപ്പോൾ നമ്മളെല്ലാവരും പൈസയ്ക്ക് അത്രയും നമുക്ക് വിലയുണ്ടല്ലോ. അപ്പം നമ്മൾ വെള്ളത്തിന് പോലും നമ്മൾ ഈ അറബിയുടെ വീട്ടിൽ നിന്ന് നമ്മളെല്ലാവരും കുപ്പിയിലേക്ക് ആയിട്ട് രാത്രി ഞങ്ങൾ പോകുന്ന ആൾക്കാർ കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി വെള്ളം എടുത്ത് പിടിച്ച് കൊണ്ടുവയ്ക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ സ്ട്രഗിൾ ചെയ്തത്. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ കാലത്തൊന്നും ഞങ്ങളൊരു 3 പേരുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും ഈ ജോബ് അന്വേഷിച്ച് വന്നതാണ്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ കാലത്ത് നേരം വൈകി എഴുന്നേക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാലോ അങ്ങനെയൊക്കെയും പറഞ്ഞിട്ട് വളരെ കുറച്ച് പൈസ നമ്മൾ ഫുഡിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇൻഷാ അല്ലാ അന്ന് നമ്മുടെ കൂടെ ഉണ്ടായ എല്ലാവർക്കും അന്ന് ജോബ് കിട്ടിയിട്ടോ. ആ വിസിറ്റേഴ്സിൽ അന്ന് ആ സമയത്ത് വന്ന് എല്ലാവർക്കും ജോബ് കിട്ടി നമ്മുടെ കൂടെയുള്ളവർക്ക്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല കേട്ടോ. നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഇപ്പോൾ 0-ലായിരിക്കും കിടക്കുന്നുണ്ടാവുക. ആൾക്കാർക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് നോക്കുമ്പോൾ എങ്ങനെ അവിടെ വരെ എത്തും എന്നേക്കും ചിന്തിക്കാൻ പോലും ചില സമയം നമ്മൾ തന്നെ വിചാരിക്കും നമ്മുടെ ഡ്രീം വലുതാണല്ലോ, നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ച് പോകും. പക്ഷെ നമ്മുടെ ആ ലക്ഷ്യം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ഉറപ്പായിട്ടുള്ളൊരു ലക്ഷ്യമാണെങ്കിൽ അവിടെ എത്തണം എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ജയിക്കും, നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിത്തീരുണ്ട്. അതിനുള്ള വഴിക്കും നമുക്ക് വേണ്ടി ദൈവം തുറന്നു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡ്രീം എത്ര വലുതാണ് നിങ്ങൾ നോക്കേണ്ട, നിങ്ങൾ അതിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക. ബാക്കി എല്ലാം തനിയെ വരും. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.